വളാഞ്ചേരി ഫെസ്റ്റിവൽ പാർട്ടി ഹാൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. ഉദ്ഘാടന പ്രസംഗത്തിൽ കേരള വിഷൻ 2030 പദ്ധതിയെക്കുറിച്ച് പ്രവീൺ മോഹൻ വിശദീകരിച്ചു. ടോട്ടൽ സൊല്യൂഷൻ സർവീസിലൂടെ പ്രവർത്തനം അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ടൂറിസം ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിലേക്ക് കേരള വിഷൻ ചുവടുവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളന വേദിയിൽ വെച്ച് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ കണക്ട് ആൻഡ് വിൻ പദ്ധതിയുടെ ആദ്യ നറുക്കെടുപ്പും സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം അബൂബക്കർ സിദ്ദീഖ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തോമസ് KC തൃശൂർ ജില്ലയിലെ മാളയിലുള്ള ഒരു സബ്സ്ക്രൈബറാണ്. 2 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നത്. ഓരോ മാസവും 5 ഇലക്ട്രിക് ബൈക്കുകളും 5 സ്മാർട്ട് ടിവികളുമാണ് നൽകുന്നത്. കൂടാതെ പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ പദ്ധതിയായ ഗോൾഡ് സോളാർ പദ്ധതിയുടെ ലോഗോ പ്രകാശനവും COA സംസ്ഥാന സെക്രട്ടറി പ്രവീൺ മോഹൻ നിർവഹിച്ചു. കായിക രംഗത്ത് മികവ് തെളിയിച്ച കേബിൾ TV കുടുംബാംഗം PP അലീനയെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം അബൂബക്കർ സിദ്ദീഖ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ C സുരേഷ് കുമാർ, P രഘുനാഥൻ, സിഡ്കോ ഡയറക്ടർ M ഗോപിനാഥൻ, C അബ്ദുൽ മജീദ് തുടങ്ങിയ പ്രമുഖർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ, ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.